വെൽക്കം ചിൽഡ്രൻ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച സർഫസ് കെമിസ്ട്രി പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും ഏത് സബ്സ്റ്റൻസിനെയാണോ ഡിസ്പേഴ്സ് ചെയ്യുന്നത് അതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഏത് മീഡിയത്തിലാണോ ഡിസ്പെർഷൻ നടക്കുന്നത് അതിനെ പറയുന്നത് ഡിസ്പെർഷൻ മീഡിയം. അങ്ങനെ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ ഡിസ്പെർഷൻ മീഡിയത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ അടിസ്ഥാനത്തിൽ കൊളോയിഡ്സിന്റെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ dispersed phase and dispersion medium, colloids are classified into two. അന്ന് ലയോഫിലിക് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലവിംഗ് കൊളോയിഡ്. രണ്ടാമത്തെ ലയോഫോബിക് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഹേറ്റിംഗ് കൊളോയിഡ്. ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആദ്യത്തെ നമുക്ക് പഠിക്കാം ലയോഫിലിക് കൊളോയിഡ് അല്ലെങ്കിൽ സോൾവെന്റ് ലവിംഗ് കൊളോയിഡ്. അതായത് സ്റ്റാർച്ച്, റബ്ബർ, ജെലാറ്റിൻ, ഗം ഇതുപോലെയുള്ള സബ്സ്റ്റൻസിനെ അനുയോജ്യമായ ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്താണ് ലയോഫിലിക് കൊളോയിഡ് അല്ലെങ്കിൽ സോൾവെന്റ് ലവിംഗ് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ലയോഫിലിക് കൊളോയിഡ് or solvent loving colloids are prepared by simply mixing substances like gum, gelatin, starch, rubber, etc. with a suitable liquid. ഇനി നമ്മൾ ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഗം, ജെലാറ്റിൻ, സ്റ്റാർച്ച് അല്ലെ റബ്ബർ ആണ്. അനുയോജ്യമായ ലിക്വിഡിനെ ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയും. ഇനി നമ്മൾ ഈ സോളിനെ ഒന്ന് ഇവാപറേറ്റ് ചെയ്ത് ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഡിസ്പെർഷൻ മീഡിയം ഇവാപറേറ്റ് ചെയ്തു പോകും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താല് നമുക്ക് വീണ്ടും ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഡിസ്പെർഷൻ മീഡിയത്തെ കൂടെ മിക്സ് ചെയ്ത് സോളിനെ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം once the dispersed phase is separated from the dispersion medium by simple evaporation, the salt can be reconstituted by simply mixing the dispersed phase with the dispersion medium. എന്ന് പറഞ്ഞാൽ സോളിനെ ഉണ്ടാക്കുകയും ചെയ്യാം, പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഡിസ്പെർഷൻ മീഡിയത്തെ കമ്പൈൻ ചെയ്ത് സോളിനെ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലയോഫിലിക് കൊളോയിഡ്സ് ആർ റിവേഴ്സിബിൾ ഇൻ നേച്ചർ എന്ന് പറയും. ഇനി നമ്മൾക്ക് ഇതിനെ ഈ ലയോഫിലിക് കൊളോയിഡിനെ ഒന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ധാരാളം ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. A large amount of electrolyte is required for the precipitation of lyophilic colloids. Therefore, അതിന് കാരണം എന്താ? ലയോഫിലിക് കൊളോയിഡിന് സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ടാണ്. Therefore, lyophilic colloids are highly stable. They are quite stable. അടുത്ത ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ലയോഫോബിക് കൊളോയിഡ് ആണ്. ലയോഫോബിക് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഹേറ്റിംഗ് കൊളോയിഡ്. സോൾവെന്റുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതായത് ഈ സോളിനെ നമുക്ക് സ്പെഷ്യൽ മെത്തേഡ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ മെത്തേഡ് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ലയോഫോബിക് കൊളോയിഡ്സ് ആർ പ്രിപ്പയർഡ് ബൈ സ്പെഷ്യൽ മെത്തേഡ്സ്. ഇനി നമ്മൾ ഈ കൊളോയിഡിലേക്ക് ഏതെങ്കിലും ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുവോ അല്ലെങ്കിൽ ഈ കൊളോയിഡിനെ ഒന്ന് ഹീറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഈ കൊളോയിഡിനെ ഒന്ന് ഷേക്ക് ചെയ്യുവോ ചെയ്താൽ ഈ കൊളോയിഡ് പെട്ടെന്ന് അങ്ങ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കുറവാണ്. These colloids can easily be precipitated by the addition of small amount of electrolyte. ഇവിടെ നമ്മൾ പറഞ്ഞു ലയോഫിലിക് കൊളോയിഡിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. അതുകൊണ്ട് ലയോഫിലിക് കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. അതേസമയം ഇവിടെ സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താലോ ഷേക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് ഹീറ്റ് ചെയ്താലോ കൊളോയിഡിനെ നമുക്ക് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. These colloids can be easily precipitated by the addition of small amount of electrolyte or by heating or by shaking. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? These colloids are not stable. അവർക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ സോളാക്കി മാറ്റാൻ പറ്റത്തില്ല. Once precipitated, they do not give back the original salt. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അതേസമയം ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഡിസ്പെർഷൻ മീഡിയത്തെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ കമ്പൈൻ ചെയ്ത് സോൾ ആക്കാം. അതുകൊണ്ട് ഇത് റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ
വൺസ് precipitate ഒരു പ്രാവശ്യം precipitate ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സോൾ ആക്കാൻ പറ്റത്തില്ല. The salt they do not give back the original colloid അല്ലെ salt. Therefore these salts are these diophobic colloids are irreversible in nature. അതുപോലെ ഇതിനെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിർത്തണമെങ്കിൽ സ്റ്റെബിലൈസിംഗ് ഏജന്റ്സ് ആഡ് ചെയ്യണം. They need stabilizing agents for their preservation. കൊളോയിഡ്സിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് based on the type of particles of dispersed phase. Dispersed phaseലെ particlesന്റെ ടൈപ്പിനനുസരിച്ച് കൊളോയിഡ്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസെല്ലി. അതിന് എക്സാമ്പിൾ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് നമ്മള് വെള്ളത്തിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. അപ്പൊ കുറച്ച് ഡിറ്റർജന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. വീണ്ടും വീണ്ടും കൂടുതൽ എമൗണ്ട് ഡിറ്റർജന്റ്, അതായത് ഡിറ്റർജന്റ് കൂടുതൽ കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുവാണെങ്കിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്ത് കൂടിച്ചേർന്ന് ഒരു കൊളോയിഡ് ഫോം ചെയ്യും. എന്താ പറയുന്നത്? അസോസിയേറ്റഡ് കൊളോയിഡ് അല്ലെങ്കിൽ മിസെല്ലി. അതായത് കോൺസെൻട്രേഷൻ കുറവാകുമ്പോൾ ഡിറ്റർജന്റ് വാട്ടറിൽ ആഡ് ചെയ്യുന്ന കാര്യം ഓർത്തിരുന്നാൽ മതി. കോൺസെൻട്രേഷൻ കുറവാകുമ്പോൾ ഡിറ്റർജന്റിന്റെ കോൺസെൻട്രേഷൻ വാട്ടറിലെ കുറവാകുമ്പോൾ അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. They behave as normal strong electrolyte at low concentration. വീണ്ടും വീണ്ടും ഡിറ്റർജന്റ് ആഡ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന് ഒരു അസോസിയേറ്റഡ് കൂടിച്ചേർന്ന് അഗ്രിഗേറ്റ് ചെയ്ത് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന ആ പാർട്ടിക്കിൾസ് അതിനാ പറയുന്നത് അസോസിയേറ്റഡ് കൊളോയിഡ് ഓർ മിസെല്ലി. അപ്പൊ അറ്റ് എ ഹയർ കോൺസെൻട്രേഷൻ they form an aggregated particles. They are known as associated colloids or മിസെല്ലി. ഇനി അസോസിയേറ്റഡ് കൊളോയിഡ് അല്ലെങ്കിൽ മിസെല്ലി ഫോം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലായിരിക്കും. അതിന് ആ ടെമ്പറേച്ചറിനാ പറയുന്നത് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. അതുപോലെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനും മുകളിലായിരിക്കും. ആദ്യം ഞാൻ പറഞ്ഞു കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ അത് സാധാരണ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. They behave as normal strong electrolyte at lower concentration. എപ്പോഴാ ഒരു കൊളോയിഡൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്? ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷന് മുകളിൽ. ഏത് കോൺസെൻട്രേഷന് മുകളിലാണോ ആ കൊളോയിഡൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് ആ കോൺസെൻട്രേഷന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷൻ. അപ്പോഴ് ഒരു കൊളോയിഡ് ഫോം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലായിരിക്കും. Formation of colloid takes place above a particular temperature called Kraft temperature and above a particular concentration called critical മിസെല്ലി concentration. അപ്പൊ നമ്മള് ഒരു ക്ലാസിഫിക്കേഷനായി എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസിന്റെ അടിസ്ഥാനത്തിൽ. ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് colloids are classified into 3 types. First one is associated colloid or micelli. They behave as normal strong electrolyte at a lower concentration, but at a higher concentration they form an aggregated particles known as associated colloid or micelli. The formation of മിസെല്ലിയുടെ ഫോർമേഷൻ നടക്കുന്ന എപ്പോഴാണ്? above a particular temperature called Kraft temperature, പിന്നെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ മുകളിൽ and above a particular concentration, that concentration is called critical മിസെല്ലി concentration. ക്രാഫ്റ്റ് ടെമ്പറേച്ചറിന്റെ സ്പെല്ലിംഗ് ഞാൻ എഴുതിയത് ടി എഴുതിയതായിരുന്നു. CRAFT ആണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസിന്റെ ടൈപ്പിനനുസരിച്ചുള്ള രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാല് ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസിന്റെ സൈസ് താരതമ്യേന വലുതായിരിക്കും. Here particles of the dispersed phase are sufficiently large in size. മിക്കവാറും പോളിമേഴ്സ് ആയിരിക്കും. They are usually polymers. Example starch, rubber, plastic, അതുപോലെ മുട്ടയുടെ വെള്ള, white of an egg, cellulose, etc. അപ്പം രണ്ടാമത്തെ classification of colloids based on the type of particles of dispersed phase. Here particles രണ്ടാമത്തെയാണ് macromolecular colloids. That is particles of dispersed phase are sufficiently large in size. പാർട്ടിക്കിൾസിന്റെ ടൈപ്പിനനുസരിച്ച് കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ മൂന്നാമത്തേതാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. മൾട്ടി എന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണമുള്ള, അതായത് ഓരോ പാർട്ടിക്കിളും
ഇതൊരു പാർട്ടിക്കിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുറെ ആറ്റംസിന്റെ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ കുറെ മോളിക്യൂൾസിന്റെ ഒരു കൂട്ടമാണ്. ഇപ്പൊ സൾഫർ സോൾ ആണെങ്കിൽ S8 മോളിക്യൂൾ ആണ്. 8 സൾഫർ ആറ്റം ചേർന്നാണ് ഒരു സൾഫർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 8 സൾഫർ ആറ്റം ചേർന്ന് ഒരു സൾഫർ മോളിക്യൂൾ. അപ്പൊ സൾഫർ കൊളോയിഡില് each particle consists of S8 molecule എന്ന് പറഞ്ഞാൽ there is an aggregate of 8 sulfur atoms. 8 സൾഫർ ആറ്റത്തിന്റെ ഒരു കൂട്ടം. അങ്ങനെയാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡില് ഓരോ പാർട്ടിക്കിളും എന്ന് പറയുന്നത് കുറെ ആറ്റംസിന്റെ അല്ലെ കുറെ മോളിക്യൂൾസിന്റെ ഒരു അഗ്രിഗേഷൻ ആണ്, ഒരു കൂട്ടമാണ്. അപ്പൊ ഈ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് individual particle consists of an aggregate of atoms or molecules. ഈ മോളിക്യൂൾസിനിടയിലുള്ള അപ്പൊ ഇതെല്ലാം അഗ്രിഗേറ്റ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾസുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള വൺ റിവാൾഡ്സ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ വെരി വീക്ക് വൺ റിവാൾഡ്സ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതിന് എക്സാമ്പിൾ ആണ് ഗോൾഡ് സോൾ, മൾട്ടി മോളിക്കുലാർ കൊളോയിഡിന് എക്സാമ്പിൾ ഗോൾഡ് സോൾ, സൾഫർ സോൾ. ഇൻ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് individual particle consists of an aggregate of atoms or molecules, and these particles are held together by van der Waals force of attraction. Example gold salt, sulfur salt. Idana based on the type of particles of the dispersed phase. Colloids are classified into 3 types: associated colloids and വേറൊരു പേരെന്താ or miscellany. പിന്നെ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്, മൂന്നാമത്തെയാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. ഇതോടുകൂടി ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് തീർന്നു. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ലയോഫോബിക് കൊളോയിഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലയോഫിലിക് കൊളോയിഡ്സ് ആർ ഈസിലി പ്രിപ്പയർഡ്, but lyophilic colloids are prepared by special methods. അതിലെ കെമിക്കൽ മെത്തേഡ്, അതിലൊരു മെത്തേഡാണ് ഹൈഡ്രോളിസിസ്. അതായത് നമുക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ പ്രിപ്പയർ ചെയ്യണമെന്നിരിക്കട്ടെ. ഫെറിക് ക്ലോറൈഡിനെ FeCl3 ഹൈഡ്രോളിസിസ് നടത്തി നമുക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ പ്രിപ്പയർ ചെയ്യാം. 3 ക്ലോറിനും മാറിയിട്ട് ആ പ്ലേസിൽ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരും. ഇവിടുന്ന് പോയ 3 Cl വാട്ടർ മോളിക്യൂളിലെ 3 ഹൈഡ്രജനുമായിട്ട് ചേർന്ന് 3 HCl മോളിക്യൂൾസ് ഫോം ചെയ്യും. അപ്പം ferric hydroxide salt can be prepared by the hydrolysis of ferric chloride. Hydrolysis method, the chemical method ആണ് preparation of lyophilic colloid. ഇനി നമുക്ക് പഠിക്കാനുള്ളത് physical method for the preparation of lyophilic colloids. Lyophilic colloidന്റെ preparationലെ physical methodനെ കുറിച്ചാണ്. അതിലൊരു മെത്തേഡാണ് Braddock's arc method. ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തീയ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസിന്റിഗ്രേഷൻ മെത്തേഡ്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഡിസിന്റിഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവിടെ വട്ടം വട്ടം കാണിച്ചിരിക്കുന്ന ഐസ് പീസസ് ആണ്. അപ്പൊ ഇവിടെ ഒരു വെസലില് ഐസ് എടുത്തേക്കുവാണ്. അതിനകത്ത് പൊട്ടാസ്യം, അതായത് വാട്ടറിനകത്ത്, ഇത് വാട്ടർ, അതിനകത്ത് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി ഉണ്ടാകുന്ന കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ഗോൾഡ് മെറ്റലിന്റെ റോഡായിട്ട് ഇമോസ് ചെയ്തേക്കുവാണ് ഐസ് പോലെ തണുത്ത വാട്ടർ ബാത്തിൽ. ഇവിടെ ഐസ് ആവുമ്പോൾ ഇത് ഈ ട്രേക്കകത്തിരിക്കുന്ന വാട്ടറിന് ഐസ് കോൾഡ് അതുപോലെ തണുപ്പായിരിക്കുമല്ലോ. അതിനകത്താണ് 2 ഗോൾഡ് ഇലക്ട്രോഡ്സിന്, ഒന്ന് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഒന്ന് നെഗറ്റീവ് ഇലക്ട്രോഡ്. അതിനെ മുക്കി വെച്ചേക്കാം, ഇമോസ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് കറന്റ് ഉപയോഗിച്ച് ഇവിടെ ഒരു ആർക്ക് കത്തിക്കും. അപ്പൊ ആ കറന്റിന്റെ ആ ഇന്റൻസ് ഹീറ്റ് ഓഫ് ആർക്കിന്റെ ആ അതികഠിനമായ ടെമ്പറേച്ചർ കൊണ്ട് ഈ മെറ്റല് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ അതായത് മെറ്റൽ വലിയ സൈസ് ഉള്ളത് അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാൻ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. അതിനെ പറയുന്നത് ഡിസ്പോഷൻ. എന്നിട്ട് ഈ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നത് ഇവിടെ ഐസ് പോലെ തണുത്ത വാട്ടർ ബാത്ത് അല്ലേ. അപ്പൊ അത് വേപ്പർ പിന്നെ തണുത്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. വേപ്പർ തണുത്ത് ചെറിയ പാർട്ടിക്കിൾസ് മാറുന്ന പ്രോസസ്സിനെ പറയുന്നത് കണ്ടൻസേഷൻ. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ട്രേക്കകത്ത് ഐസ് എടുക്കുക, അതിനകത്ത് വാട്ടർ എടുത്തു. വാട്ടർ എടുക്കുമ്പോൾ വാട്ടറിന് ഐസ് പോലെ തണുപ്പാവും. എന്നിട്ട് 2 ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇതിലേതെങ്കിലും മെറ്റലിന്റെ 2 റോഡ് ഇവിടെ ഇമോസ് ചെയ്ത് വെക്കുക. ആ റോഡിനിടയ്ക്കായിട്ട്
ഒരു ഇലക്ട്രിക് ആർക്ക്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ആർക്ക് കത്തിക്കുക. അപ്പോഴ് ആ ആർക്കിന്റെ അതികഠിനമായ ടെമ്പറേച്ചർ കൊണ്ട് മെറ്റൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിനെ പറയുന്നത് ഡിസ്പോഷൻ. അതായത് ആ വേപ്പർ എന്ത് ചെയ്യും? ഐസ് കോൾഡ് വാട്ടർ ബാത്തിലല്ലേ കിടക്കുന്നത്, അത് കണ്ടൻസ് ചെയ്യും. വേപ്പർ തണുത്ത് ചെറിയ ചെറിയ കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. അതിനെ പറയുന്നത് കണ്ടൻസേഷൻ. വേപ്പർ തണുത്ത് സോളിഡ് ആയിട്ട് ചെറിയ കൊളോയിഡൽ സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്നത് കണ്ടൻസേഷൻ. അപ്പൊ ഇവിടെ ഇവിടെ ഒരു കൊളോയിഡ് കിട്ടി, ഗോൾഡ്, സിൽവർ അല്ലെ പ്ലാറ്റിനം, ഏതിൽ ഡിസോൾവ് ചെയ്ത് വാട്ടർ ഡിസ്പോഷൻ മീഡിയത്തിലുള്ള കൊളോയിഡ് കിട്ടി. ആ കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ടാണ് കുറച്ച് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ റെഡിക്സ് ആർക്ക് മെത്തേഡ് ഇൻവോൾവ്സ് ഡിസ്പോഷൻ as well as condensation. Here salts of metals like gold, silver, platinum, etc. are produced by this method. Here an electric arc is struck between two metal electrodes kept in an ice cold water bath. Due to the intense heat of the arc, vapors of the metal are produced which readily condenses to form particles of colloidal size, and small amount of potassium hydroxide is added to increase the stability of the colloid. ഇതാണ് റെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസിന്റിഗ്രേഷൻ മെത്തേഡ്. നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാണാം. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസിന്റിഗ്രേഷൻ മെത്തേഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിന്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പോലത്തെ മെറ്റൽസിന്റെ സോൾ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ രണ്ട് മെറ്റൽ ഇലക്ട്രോഡ്സിനെ ഒരു ഡിസ്പോഷൻ മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഏത് മെറ്റലിന്റെ സോളാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് ആ മെറ്റലാണ് രണ്ട് റോഡായിട്ട് ഇലക്ട്രോഡ്സ് ആയിട്ട് ഡിസ്പേർഷൻ മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്യുന്നത്. അപ്പം 2 മെറ്റൽ ഇലക്ട്രോഡ്സ് ആർ ഡിപ്ഡ് ഇൻ എ ഡിസ്പേർഷൻ മീഡിയം മെറ്റൽസ് ആൻഡ് അത് എന്നിട്ട് ആ വെസലിനെ ഒരു ഐസ് കോൾഡ് വാട്ടർ ബാത്തിൽ വെക്കും. അപ്പം 2 മെറ്റൽ ഹിയർ ആദ്യം ആ ഇലക്ട്രിക് ആർക്കിൻ്റെ ഇൻറ്റൻസ് ഹീറ്റ് കൊണ്ട് മെറ്റൽ അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതാണ് മെറ്റൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെ പറയുന്നത് ഡിസ്പോഷൻ. പിന്നെ ആ വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്ത് തണുത്ത് കൊളോയിഡൽ സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾ സൈസായിട്ട് മാറുന്നു. അപ്പം ദിസ് മെത്തേഡ് ഇവിടെ അപ്പോൾ അവിടെ ഡിസ്പോഷൻ ആദ്യം നടക്കുന്നു, അതിനുശേഷം കണ്ടൻസേഷൻ നടക്കുന്നു. അപ്പം ഹിയർ ഡിസ്പോഷൻ ആസ് വെൽ ആസ് കണ്ടൻസേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് കൊളോയിഡൽ സോൾസ് ഓഫ് മെറ്റൽസ് ലൈക്ക് gold, silver, platinum, etc. are produced by this method. In this method, an electric arc is struck between 2 metal electrodes which are immersed in the dispersion medium. Due to the intense heat of the arc, 2 vapors of the metal are produced. ആ ആർക്കാണ് മഞ്ഞ കളറിൽ കാണുന്നത്. ആൻഡ് ദീസ് vapors readily condenses to form particles of colloidal size. അടുത്തത് ലയോഫോബിക് കൊളോയിഡിന്റെ പ്രിപ്പറേഷനിലെ ഫിസിക്കൽ മെത്തേഡിൽ രണ്ടാമത്തേതാണ് പെപ്റ്റൈസേഷൻ. അതായത് ഒരു പ്രിസിപ്പിറ്റേറ്റിലേക്ക് അനുയോജ്യമായ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് പ്രിസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനാണ് പറയുന്നത് പെപ്റ്റൈസേഷൻ. കൺവേർഷൻ ഓഫ് എ precipitate into a colloid by the addition of a suitable electrolyte is called peptidization. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന അനുയോജ്യമായ ഇലക്ട്രോലൈറ്റിന് പറയുന്ന പേരാണ് പെപ്റ്റൈസിംഗ് ഏജന്റ്. The electrolytes used for this purpose is called peptizing agent. അതായത് നമുക്കിപ്പം ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട് പ്രിപ്പയർ ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോഴ് ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റിലേക്ക് പ്രസിപ്പിറ്റേറ്റ് അനുയോജ്യമായ ഇലക്ട്രോലൈറ്റ് ആയ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോഴ് ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. Ferric hydroxide salt can be prepared by the addition of suitable electrolyte, that is ferric chloride, to a precipitate of ferric hydroxide. അപ്പൊ ഇവിടുത്തെ പെപ്റ്റൈസിംഗ് ഏജന്റ് ഏതാണ്? The electrolyte used for this purpose, ferric chloride, is the peptizing agent. ഈ പ്രോസസ്സിന് പറയുന്ന പേര് പെപ്റ്റൈസേഷൻ. എന്താണ് പെപ്റ്റൈസേഷൻ? Conversion of a precipitate into a colloid by the addition of a suitable electrolyte is called peptidization. The electrolytes used for this purpose is called peptizing agent. ഈ രണ്ട് ഫിസിക്കൽ മെത്തേഡ് ആണ് ലയോഫോബിക് കൊളോയിഡിന്റെ പ്രിപ്പറേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്
ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്ന് പറഞ്ഞാൽ സോപ്പിന്റെ ആ ക്ലീനിങ് ആക്ഷൻ എങ്ങനെയാണ്. നമ്മുടെ തുണിയിലൊക്കെ വെറുതെ അഴുക്ക് പിടിച്ചിരുന്നാല് അത് നമ്മൾ വെറുതെ വെള്ളം വെച്ച് കഴിയാലും അഴുക്കങ്ങ് പോകും. അതേസമയം നമ്മുടെ തുണിത്തരത്തിൽ നമ്മൾ പറഞ്ഞ ഫാബ്രിക്സ് അതില് ഓയില് അല്ലെങ്കിൽ ഗ്രീസ് പറ്റി പിടിച്ചിരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പൊ ആ ഗ്രീസ് അല്ലെങ്കിൽ ഓയിലിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കിനെ നമുക്ക് വെറുതെ വെള്ളം വെച്ച് കഴുകിയാൽ പോകത്തില്ല. കാരണം എന്താ? പിന്നെ എങ്ങനെ നമ്മൾ ആ ഓയിലല്ലേ ഗ്രീസിൽ നമ്മുടെ തുണിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഓയിൽ അല്ലെങ്കിൽ ഗ്രീസിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഡേർട്ടിനെ കളയുന്നത്? സോപ്പ് വെച്ച് കഴുകണം അല്ലെ? അതെന്തുകൊണ്ടാ? അതായത് അതിന്റെയാണ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. എന്താണ് സോപ്പ്? സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് ഈസ് കോൾഡ് സോപ്പ് എന്ന് പറഞ്ഞാല് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഹയർ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്സ് എല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറയുന്നത് ഹൈഡ്രോ കാർബൺസ്. അപ്പൊ ഇവിടെ ഇതൊരു ഹൈഡ്രോ കാർബൺ പാട്ടാ. നമ്മൾ സോഡിയം സ്റ്റിയറേറ്റ്, സോഡിയം പാമിറ്റേറ്റ്, സോഡിയം ഒലിയേറ്റ് ഇതെല്ലാം സോപ്പാണ്. അപ്പൊ ഇവിടെ ഹൈഡ്രോ കാർബൺ പാട്ട് ഈ പാട്ട് നോക്കിയേ. ഇവിടെ പ്രധാനമായും കാർബണും ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഇവിടെ CH3, CH2, 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 CH2 ഇവിടെ വെച്ച് നിൽക്കത്തില്ല. 15 അതിൽ കൂടുതലോ കാർബൺ ആറ്റംസ് കാണും സോപ്പില്. അപ്പൊ ഇവിടെ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രേ എഴുതുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ കണക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിനെ നമ്മള് ഇവിടെ CH3 ആയിരുന്നേനെ. ഇങ്ങോട്ടൊരു കണക്ഷൻ വന്നപ്പോ ഒരു ഹൈഡ്രജൻ കുറഞ്ഞു അല്ലെ? CH3 ആണെങ്കിൽ ഇതൊരു ആൽക്കേൻ ആണ്. ഒരു ഹൈഡ്രജൻ കുറഞ്ഞപ്പോഴോ ആൽക്കായി. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പ്സിനെ നമ്മൾ ജനറലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന R എന്ന ലെറ്റർ കൊണ്ടാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഹൈഡ്രോ കാർബൺ പാർട്ടാണ്. നോൺ പോളാർ ആണ്. പോസിറ്റീവ് പോളോ നെഗറ്റീവ് പോളോ ഇവിടില്ല. ഇതാണെങ്കിലോ COO Na. ഇതെങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? COO മൈനസും Na പ്ലസും. അപ്പൊ ഇത് പോളാർ എൻഡ് ആണ്. അപ്പൊ ഇവിടുത്തെ Na പ്ലസ് അങ്ങ് പോവുകയാണെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ COO മൈനസ് എന്ന് വരും. ഇത് പോളാർ എൻഡ് ആണ്. അപ്പൊ ഇവിടെ ഹൈഡ്രോ കാർബൺ പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? സോൾവെന്റ് റിപ്പല്ലിംഗ് ആണ്. സോൾവെന്റുമായിട്ട് റിപ്പൽഷൻ ആണ്. അതേസമയം പോളാർ എൻഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും ഉണ്ട്. COO മൈനസും Na പ്ലസും. അത് സോൾവെന്റ് ലവിംഗ് ആണ്. അതാണ് പോളാർ എൻഡ്. അപ്പൊ ഇവിടെ നമ്മളിപ്പം ഇവിടെ നടക്കാൻ പോകുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് പറ്റിയ തുണിയെ വെള്ളത്തിലിടുക, എന്നിട്ട് അതിലേക്ക് സോപ്പ് ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞു സോപ്പ് കുറച്ച് എമൗണ്ടിലേ ഉണ്ടെങ്കിൽ അത് നോർമൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. വീണ്ടും സോപ്പ് ആഡ് ചെയ്യുമ്പോഴോ എന്താ സംഭവിക്കുന്നത്? സ്മോൾ മോളിക്യൂൾസ് പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ടുഗദർ ടു ഫോം അസോസിയേറ്റഡ് കൊളോയിഡ്സ് നോൺ ആസ് മിസെലി. അപ്പം when soap is added to oil അല്ലെങ്കിൽ ഗ്രീസിൽ അഴുക്കുകൾ പറ്റി പിടിച്ചിരിക്കും അല്ലെ? dirt sticks to an oil or grease on the fabric. ഞാൻ ആ ഫാബ്രിക്കിനെ വെറുതെ ഇങ്ങനെ കാണിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഫാബ്രിക്. ഇതാണ് തുണിത്തരം. നമ്മുടെ തുണി ഏതാണ്? സാരിയോ ചുരിദാറോ ഏത് തുണിയാന്ന് വെച്ചാൽ അതിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്ന ഗ്രീസിനെ ഞാൻ കാണിച്ചേക്കാം. ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ്. ഇതിനകത്ത് ഓയിലി ഡർട്ട് പാർട്ടിക്കിൾസ് അല്ലെ ഗ്രീസ് ഡർട്ട് പാർട്ടിക്കിൾസ് ആണ് ഈ ഫാബ്രിക്കിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് സോപ്പ് ഇടുകയാണ്. അപ്പൊ സോപ്പ് ഫോംസ് എന്തുവാ? മിസെല്ലി ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സോപ്പിന്റെ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്ത് കൊളോയിഡ് സൈസിലുള്ള പാർട്ടിക്കിൾസ് അസോസിയേറ്റഡ് കൊളോയിഡ് ഫോം ചെയ്യുന്നു. അതിനാ പറയുന്നത് മിസെല്ലി. അപ്പൊ ഈ മിസെല്ലി ഇങ്ങനെ അതായത് സോപ്പിന്റെ പാർട്ടിക്കിൾസ് വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കും. ഞാൻ ആ മിസെല്ലിയെ ഇങ്ങനെ ഒന്ന് കാണിക്കാം. അതായത് ഇവിടെ സ്ഫിയർ എന്ന് കാണിക്കുന്നത് പോളാർ എൻഡ് ആണ്. COO മൈനസ് എന്നുള്ളതാണ്. ഈ ഇവിടെ ഇങ്ങനെ വര പോലെ കാണിച്ചേക്കുന്നത് വളഞ്ഞ വര പോലെ കാണിച്ചേക്കുന്നത് ഹൈഡ്രോഫോബിക് എൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ പാർട്ട്. അപ്പൊ ഇവിടെ മിസെല്ലി ഇങ്ങനെ വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുക സോപ്പിന്റെ പാർട്ടിക്കിൾസ് ആണ്. മിസെല്ലി ഗെറ്റ്സ് സസ്പെൻഡഡ് ഇൻ വാട്ടർ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഹൈഡ്രോ കാർബൺ പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് എൻഡ് ഓയിലി ഡർട്ട് പാർട്ടിക്കിൾസിൽ അറ്റാച്ച് ചെയ്യും, എൻട്രാപ്പ് ചെയ്യും. പോളാർ എൻഡോ ഇവിടെ വാട്ടറുമായിട്ടാണ് പോളാർ എൻഡിന് കോണ്ടാക്ട് തരുന്നത്.
ഇവിടെ സോപ്പിന്റെ പാർട്ടിക്കിൾസ് ആണ്. ഇറ്റ് മിസെല്ലി ഗെറ്റ് സസ്പെൻഡഡ് ഇൻ വാട്ടർ. മിസെല്ലി വാട്ടറിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടക്കുക, വാട്ടറിൽ സോപ്പിന്റെ പാർട്ടിക്കിൾസ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് എൻട്രാപ്സ് ദ ഡർട്ട് പാർട്ടിക്കിൾസ്. ഈ തുണിത്തരത്തിലെ ഡർട്ട് പാർട്ടിക്കിൾസിനെ എൻട്രാപ്പ് ചെയ്യും. എങ്ങനെയാ? ബൈ അറ്റാച്ചിങ് hydrophobic end to oily or greasy layer. സോപ്പ് മോളിക്യൂളിലെ ഹൈഡ്രോഫോബിക് എൻഡ്, ഈ എൻഡ് നോൺ പോളാർ ആണ്. അത് ഓയിലി അല്ലെങ്കിൽ ഗ്രീസി ലെയറിനെ എൻട്രാപ്പ് ചെയ്യും. കാരണം ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് എന്ന് പറഞ്ഞാലും ഹൈഡ്രോ കാർബണാണ്. അപ്പം ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോൺ പോളാർ ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് എൻഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ പാർട്ട്, നോൺ പോളാർ ആയിട്ടുള്ള ഓയിലി അല്ലെങ്കിൽ ഗ്രീസി ലെയറിനെ അറ്റാച്ച് ചെയ്യും. ഇവിടുത്തെ പ്രശ്നം എന്തുവാ? വാട്ടറും ഓയിലും തമ്മിൽ ഒന്നിച്ച് ചേരത്തില്ലല്ലോ. നേരിട്ട് വാട്ടർ വെച്ച് കഴുകിയാൽ ഓയിലെങ്കിൽ ഗ്രീസ് പോവാത്തതിന് കാരണം വാട്ടറും ഓയിലുമായിട്ട് മിക്സ് ആവുന്നില്ല, യോജിക്കുന്നില്ല. അപ്പൊ ഇവിടെ സോപ്പ് മോളിക്യൂളിലെ ഹൈഡ്രോഫോബിക് എൻഡ് അല്ലെങ്കിൽ നോൺ പോളാർ എൻഡ് ആരെ അറ്റാച്ച് ചെയ്യും? ഓയില് അല്ലെങ്കിൽ ഗ്രീസിലെ ഡർട്ടി ഓയിൽ അല്ലെങ്കിൽ ഗ്രീസുമായിട്ട് അറ്റാച്ച്മെന്റ് വരും. എന്നിട്ട് വാട്ടർ മോളിക്യൂളിലെ പൊളാർ എൻഡ്, പൊളാർ മോളിക്യൂൾസ് അട്രാക്ട്സ് പൊളാർ മോളിക്യൂൾസ്. വാട്ടർ എന്ന് പറയുന്നത് പൊളാർ അല്ലേ? H+ഉം OH-ഉം. അപ്പൊ ഇവിടെ പൊളാർ എൻഡ് ആരുമായിട്ട് അറ്റാച്ച്മെന്റിൽ വരും? വാട്ടറുമായിട്ട്. അപ്പൊ ഈ വാട്ടറിനും ഗ്രീസിനും ഇടയിലുള്ള ടെൻഷൻ കുറയ്ക്കും ആര്? ഈ സോപ്പ് മോളിക്യൂൾസ്. അപ്പൊ വാട്ടറും ഓയിലുമായിട്ട് നന്നായിട്ട് മിക്സ് ആവും. വാട്ടർ എന്ത് ചെയ്യും? ഫാബ്രിക്കിൽ, തുണിത്തരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗ്രീസ് അല്ലെങ്കിൽ ഓയിലിനെ മൊത്തം കഴുകിക്കളയുമ്പോൾ ഒരു ഇമൾഷൻ ഫോം ചെയ്യും. ഡർട്ട് പാർട്ടിക്കിൾസ് ഗെറ്റ് ഡിസ്പോസ്ഡ് ഇൻ വാട്ടറിൽ ഡിസ്പോസ് ചെയ്ത് കിടക്കും, ഫോമിങ് ആൻ ഇമൾഷൻ. അങ്ങനെ ക്ലോത്ത്സ് ഗെറ്റ് ക്ലീൻഡ്, ക്ലോത്ത്സ് അങ്ങനെ ക്ലീൻ ആവും. അപ്പൊ when soap is അതായത് dirt sticks to oil or grease on the fabric, when soap is added to water, soap is added to fabric in water. ഫാബ്രിക് തുണിത്തരം വെള്ളത്തിൽ കിടക്കുക. എന്താ ഇവിടെ നടക്കുന്നത്? സോപ്പ് ഫോംസ് മിസെല്ലി. മിസെല്ലി ഗെറ്റ് സസ്പെൻഡഡ് ഇൻ വാട്ടർ. ഇതെല്ലാം മിസെല്ലീസ് ആണ്. അത് വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കും. ഇറ്റ് എൻട്രാപ്സ് ദ ഡർട്ട് പാർട്ടിക്കിൾസ്. എങ്ങനെയാ ഡർട്ട് പാർട്ടിക്കിൾസിനെ എങ്ങനെ എൻട്രാപ്പ് ചെയ്യുന്നത്? ബൈ അറ്റാച്ചിങ് ദ ഹൈഡ്രോഫോബിക് എൻഡ്, ദാറ്റ് ഈസ് നോൺ പോളാർ എൻഡ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ എൻഡ് ടു ഓയിലി ഓർ ഗ്രീസി ലെയർ ആൻഡ് പൊളാർ മോളിക്യൂളിന്റെ പൊളാർ എൻഡ് ടു വാട്ടർ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് റെഡ്യൂസസ് ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഓയിൽ ആൻഡ് ദസ് oily dirt particles get dispersed in water, forming an emulsion. അങ്ങനെ ഓയിലി ആയിട്ടുള്ള ഡർട്ട് പാർട്ടിക്കിൾസ് വാട്ടറിൽ ചിതറിക്കിടക്കും. അങ്ങനെ ഒരു ഇമൾഷൻ ഫോം ചെയ്യും. ദസ് ക്ലോത്ത്സ് ഗെറ്റ് ക്ലീൻഡ്. അങ്ങനെ ക്ലോത്ത് ക്ലീൻ ആയിട്ട് മാറും. അടുത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. നമുക്ക് ഇംപ്യൂർ ആയിട്ട്, അതായത് കൊളോയിഡിൽ എന്തെങ്കിലും സബ്സ്റ്റൻസിനെ ഇംപ്യൂരിറ്റി ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള കൊളോയിഡൽ സൊല്യൂഷനെ പ്യൂരിഫിക്കേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡയാലിസിസ്. അതായത് അപ്പൊ നമുക്കിവിടെ ഇംപ്യൂർ ആയിട്ടുള്ള കൊളോയിഡ് സൊല്യൂഷനെ ഒരു ബാഗിനകത്ത് എടുക്കും. ഈ ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ ആനിമൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ സെല്ലോഫെയിൻ പേപ്പർ, അല്ലെങ്കിൽ പാർച്ച്മെന്റ് മെംബ്രെയിൻ കൊണ്ടാണ്. ഈ മെംബ്രെയിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം ഹോൾസ് ഉണ്ട്, സുഷിരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള കൊളോയിഡൽ സൊല്യൂഷനെ ഈ ബാഗിനകത്ത് എടുക്കുന്നു. എന്നിട്ടൊരു ട്രേയില്, ഒരു ട്രഫില് വാട്ടർ എടുക്കുക. എന്നിട്ട് ഈ ബാഗിനെ അതിനകത്ത് ഇമാസ് ചെയ്ത് വെക്കുക, മുക്കി വെക്കുക. അപ്പൊ ഇവിടെ ഈ കൊളോയിഡൽ സൊല്യൂഷന്റെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് വലുതാണ് താരതമ്യേന. എന്ന് പറഞ്ഞാൽ ഈ ഇതിലെ ഹോൾസിൽ കൂടി കടന്നു പോകത്തില്ല. അതേസമയം ഇംപ്യൂർ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾസ് ഈ ഹോൾസിൽ കൂടി കടന്ന് ഈ വാട്ടറിൽ വരും. ചെറിയ ഹോൾസിൽ കൂടി കടന്നു പോകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. അപ്പൊ ഇതിലെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഇവിടത്തെ വാട്ടർ, ട്രഫിനകത്തെ വാട്ടറിലും പോകും. പ്യുവർ ആയിട്ടുള്ള കൊളോയിഡൽ സബ്സ്റ്റൻസ് ഈ ബാഗിനകത്ത് കിടക്കുകയും ചെയ്യും. അപ്പം ഡയാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് separation of dissolved substance from a colloidal solution by means of parchment membrane or animal membrane or cellophane paper, etc. Here the impure particles of impure substances diffuses through the holes of the
parchment membrane leaving behind the pure colloidal particles. Pure ആയിട്ടുള്ള colloidal particles മാത്രം ബാഗിൽ അവശേഷിക്കും. ഇനി ഈ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ് വളരെ സാവകാശം നടക്കുന്നതാണ്. The process of dialysis is quite slow. അപ്പൊ നമുക്ക് അതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോഡ് വെക്കുക, ആനോഡും കാഥോഡും, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും. അപ്പൊ ഇവിടെ ഇലക്ട്രോലൈറ്റിക് ഇമ്പ്യൂരിറ്റീസ് ആണ് കൊളോയിഡൽ സൊല്യൂഷനിൽ കിടക്കുന്നതെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യാനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് ഡിഫ്യൂഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇലക്ട്രോലൈറ്റ് സോഡിയം ക്ലോറൈഡ് ആണെന്നിരിക്കട്ടെ, കൊളോയിഡിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് കിടക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Na+ അയോണും Cl- അയോണും ആയിട്ട് അത് അയണൈസ് ചെയ്യുക. ആ അയോൺ ആണ് കൊളോയിഡിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ Na+ അയോൺ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിന്റെ സൈഡിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് ഈ ബാഗിലെ ഹോൾസിൽ കൂടി ഡിഫ്യൂസ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് പോകും. Cl- അയോൺ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിന്റെ സൈഡിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് ഈ ഹോളിൽ കൂടി ഡിഫ്യൂസ് ചെയ്ത് അങ്ങ് പോകും. എന്നിട്ട് പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ മാത്രം ബാഗിൽ അവശേഷിക്കും. But the process of dialysis is quite slow. It can be made faster by applying or by placing 2 metal electrodes of suitable strength. This is called electrodialysis. എന്നാ പറയുന്നത്? Electrodialysis. അപ്പൊ ഈ മെത്തേഡ് നമുക്കൊരു അതിന്റെ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ കാണിക്കുന്നത് ഡയാലിസിസ് ആണ്. അതായത് ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസിനെ ഡിഫ്യൂഷൻ വഴി നീക്കം ചെയ്യുന്ന പ്രക്രിയക്കാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് എ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഫ്രം എ കൊളോയിഡൽ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ സ്യൂട്ടബിൾ മെംബ്രെയിൻ. അതായത് ഇവിടെ ആ മെംബ്രെയിൻ്റെ ചെറിയ ഹോൾസിൽ കൂടി കൊളോയിഡൽ സൊല്യൂഷനിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിൻ്റെ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് പാസ് ചെയ്യുന്നു. അതാണ് ഡിഫ്യൂഷൻ. ഇപ്പോൾ ഇമ്പ്യൂർ ആയിട്ടുള്ള കൊളോയിഡൽ സൊല്യൂഷനെ നമ്മൾ ആനിമൽ മെംബ്രെയിൻ അല്ലെ പാർച്ച്മെൻറ്റ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബാഗിലെടുക്കുന്നു. എന്നിട്ട് ഈ ബാഗിനെ തുടർച്ചയായിട്ട് ഫ്രഷ് വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രഫിൽ വെക്കുകയാണ്. അപ്പോൾ എ ബാഗ് ഓഫ് സ്യൂട്ടബിൾ മെംബ്രെയിൻ കണ്ടെയ്നിങ് ദ കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് സസ്പെൻഡഡ് ഇൻ എ വെസൽ ത്രൂ വിച്ച് ഫ്രഷ് വാട്ടർ ഈസ് കണ്ടിന്യൂസ്ലി ഫ്ലോയിങ്. അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷനിൽ ഇമ്പ്യൂരിറ്റി ആയി ലയിച്ചു ചേർന്നിരിക്കുന്ന സബ്സ്റ്റൻസിലെ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് മെംബ്രെയിനിലെ ഹോൾസ് വഴി ഡിഫ്യൂസ് ചെയ്ത് പുറത്തെ ട്രഫിലുള്ള വാട്ടറിലേക്ക് പ്രവേശിക്കും. പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ മാത്രം ബാഗിൽ അവശേഷിക്കുന്നു. ദ മോളിക്യൂൾസ് ഓർ അയോൺസ് ഓഫ് ദി of the impure substance diffuse through the membrane into the outer water and pure colloidal solution is left behind in the bag. ഇനി സാധാരണ കേസിൽ ഡയാലിസിസ് സ്ലോ ആണ്. അതിനെ സ്പീഡപ്പ് ചെയ്യാൻ കാഥോഡും ആനോഡും വെച്ച് ഇലക്ട്രോ ഡയാലിസിസ് നടത്തുന്നു. ഇത്രയേ ഉള്ളൂ. പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, ഒന്ന് ഡയാലിസിസ്, ഒന്ന് ഇലക്ട്രോ ഡയാലിസിസ്. സർഫസ് കെമിസ്ട്രിയുടെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.